ജോസഫ്, ഒരു ലീഡ് കിട്ടിയിട്ടുണ്ട്. ആ CCTV കണ്ട മൊട്ടത്തലേനെയും ഒരു മുടി വളർത്തിയവനെ ഫോളോ ചെയ്യുന്നതിനിടയിൽ ഒരു പെണ്ണ് വന്നെല്ലാം കൊളാക്കി. ആ പെണ്ണിനെവിടെ? അവരെന്താ ചെയ്തെന്ന് നോക്ക്. നോക്കരുത് പോലീസ്. നീയാണ് എന്റെ കഴുത്തിൽ പിടിച്ചിരിക്കുന്നത്. കൈയെടുക്ക്. എന്റെ ബെഡ്റൂമിൽ എന്തിനാ നീ വന്നേ? അതൊക്കെ ഉണ്ട്. നീ മിണ്ടാതെ കിടന്നേ. നീ എന്ത് ചെയ്യാൻ പോവാ? കത്തി എടുക്കാതെ. അഞ്ജലി, അഞ്ജലി, നീ എന്തായി ചെയ്യുന്നു? കത്തി കൊണ്ട് കളിക്കാതെ അഞ്ജലി. ഞാനൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞില്ലേ? അഞ്ജലി, ക്ലാസ് എനിക്ക് ഉറക്കം വരുന്നു. എവിടെയുള്ളേ? അഞ്ജലിയുടെ റൂമിൽ. എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. എടാ മഹാഭാവി, അതിന് മാത്രം എന്താ ചെയ്തത്? ഹേയ്, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇവളെ തന്നെ വല്ലാതെ കഷ്ടപ്പെടുത്തി. 4 റൗണ്ട്. എന്തോന്ന് 4 റൗണ്ടാ? ആരോട് സംസാരിക്കുന്നേ? അതെ, അവള് വിളിക്കുന്നു. 5ാമത്തെ റൗണ്ടിനാ? 5ാമത്തെ റൗണ്ടൊക്കെ എങ്ങനെ സാധിക്കാനാണ്? ഞാൻ വിളിക്കാം. പോലീസ് വന്നിട്ടുണ്ടോ? വരും, വെയിറ്റ് ചെയ്യാം. പിടിച്ചു കൊടുക്കണം. ഹലോ മാഡം, ടൈം ഈസ് 4:30. ഓൾറെഡി വി ആർ ലേറ്റ് മാഡം. 10 മിനിറ്റ്സിനകം ഞങ്ങൾ എയർപോർട്ടിൽ. ഓ ഗോഡ്. ഓക്കെ, ഞാനിപ്പോൾ റെഡിയായി വരാം. ഹൈദരാബാദ് ബിരിയാണിയുടെ കാര്യം. ഹൈദരാബാദ് ബിരിയാണി ആൻറ്റിയാ? അതാരെന്ന് പറയാ? അതൊക്കെ പറഞ്ഞ ആളോട് നീ ചോദിക്കും. അത് ഇവനോട് എന്തിനാ സംസാരിക്കുന്നത്? ഇവൻ ആരാന്നറിയാമോ? ക്രിമിനൽ. അഞ്ജലി, ഇയാള് മിലിറ്ററി ഇന്റലിജൻസാ. ഇയാളില്ലായിരുന്നെങ്കിൽ അച്ഛൻ ലണ്ടനിൽ ഏതെങ്കിലും ബാറിൽ പോയിരുന്നോ? ഹാങ് ഓവർ ഇതുവരെ പോയില്ല. പറഞ്ഞു അഞ്ജലി, വൈൻ കുടിച്ചിട്ട് ഇത്രയ്ക്ക് ആർഭാടം വേണോ? ഓ മൈ ഗോഡ്, എന്താ പറഞ്ഞത്? ബാറിലെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, റൂമിലെ കാര്യം പറയണം. ബാക്കിയുള്ള നമുക്ക് ഫ്ലൈറ്റ് ഇരുന്ന് പറയാം. കം ലെറ്റ്സ് ഗോ. അങ്ങനെയാണോ? ഓക്കെ ഓക്കെ. ഹലോ, നിങ്ങൾ ആരായിരുന്നാലും കുഴപ്പമില്ല, പ്ലീസ് പറയും. റൂമിലൊന്നും നടന്നില്ലല്ലോ അല്ലേ? ഒന്നെന്ന് പറഞ്ഞ ഐ മീൻ അതെന്ന് പറഞ്ഞ ഏത്? താങ്ക്സ് ഫോർ മെമ്മറബിൾ നൈറ്റ് എഴുതി വെച്ചിരുന്നില്ലേ? അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ നിന്നെപ്പോലെ വെള്ളം അടിച്ചില്ലേ? എനിക്കൊന്നും ഓർമ്മയില്ല. അവിടെ എന്താ നടന്നെന്ന് ഈ സെറ്റ് വേണേ കണ്ടുപിടിക്കാം. എങ്ങനെ? മാഡം മാഡം, അവർ സെക്യൂരിറ്റി ചെക്ക് ഈസ് ദിസ് വേ. Thank you. This trip was absolutely an eye-opener. Thank you. Fabulous. So I will take leave. So why? You are not coming? അത് ഞാൻ പിറകെ ഫോളോ ചെയ്തോളാം. പിറകിലോ? എൻ്റെ പ്രൈവറ്റ് ജെറ്റിൽ. No, come with me. I need to speak with you. Oh, come. It's my pleasure. എങ്ങനെ? എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാന്ന് പറഞ്ഞില്ലേ? എങ്ങനെ? ഓ, അതോ? Let's check. ശരീരമൊക്കെ ഇടിച്ചു നുറുക്കിയ മാതിരി തോന്നുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ലിപ്സിലൊരു ബേണിംഗ് സെൻസേഷൻ. ഉണ്ട്. കാലത്ത് എഴുന്നേറ്റപ്പോൾ റോളർ കോസ്റ്ററിൽ പോണ മാതിരി ശരീരത്തിനൊക്കെ ഒരു ജെഗ് ഉണ്ടായിരുന്നു. I think something is happened. എനിക്ക് തോന്നുന്നത് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്താൽ നമുക്ക് കൺഫേം ചെയ്യാം. എങ്ങനെ? സംഗതി ഓക്കെ ആണെങ്കിൽ ടീഷർട്ട് കൊണ്ടൊന്നും മറക്കാൻ പറ്റില്ല. ഞാൻ നല്ല കൾച്ചറുള്ള ഫാമിലിയിലാണ്. കൾച്ചർ നീ ആഗ്രഹിച്ച പോലെ ഒന്നും ഇന്നലെ നടന്നിട്ടില്ല. ഹാപ്പി? ഞാൻ ആഗ്രഹിച്ചെന്നോ നിന്നെ? പിന്നല്ലാതെ. പിന്നെ നിന്റെ പേരെന്താ? റിയൽ നെയിം? ഊരും പേരും അറിയാത്തവൻ്റെ കൂടെയാണ് നീ വെള്ളം അടിച്ചത്. ഇതാണോ നിന്റെ കൾച്ചർ?
കം ഓൺ ടെൽ മീ. കതിരവൻ. ലുക്ക് കതിർ, ഇന്നലെ നടന്നതെല്ലാം ഇപ്പൊ തന്നെ മറക്കണം. ഇതും പറഞ്ഞ് എന്റെ പുറകെ എങ്ങാനും വന്നാലുണ്ടല്ലോ കൊന്നുകളയും ഞാൻ. ഇന്നലത്തെ വഴക്കൊക്കെ പറഞ്ഞ് തീർത്തോ? എന്താടാ ചർച്ചയൊക്കെ കഴിഞ്ഞോ? പെമ്പിള്ളേര് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യണമെന്ന് അർത്ഥം. കതിർ, വേറൊരുത്തൻ ഹൈദരാബാദ് ബിരിയാണി ആൻറ്റി കഥ എന്തായി? അത് കേൾക്കാനാണ് ഞാൻ വന്നത്. എനിക്കതിൽ വെറും ഗസ്റ്റ് റോളേ ഉള്ളൂ. സാറാണ് ഹീറോ. സാർ പറഞ്ഞു കൊടുക്ക്. അത് ആന്റിക്ക് ഒരു 40+ ഉണ്ട്. ആന്റി എന്ന് പറഞ്ഞാലേ 40+ അല്ലേ? ഞാൻ വയസ്സിന്റെ കാര്യമല്ല പറഞ്ഞത്. ഓപ്പണിംഗ് തന്നെ ഞെട്ടിച്ചു കളഞ്ഞല്ലോ. കണ്ടിന്യൂ. ചാർലി ടു 2C9 നോർത്ത് ഈസ്റ്റേൺ വാളിൽ ഒരു വണ്ടി ഇട്ടിരിക്കുന്നുണ്ടോ? ആ വാൻ ഉടനെ എടുത്ത് മാറ്റാൻ പറ. കതിരവൻ, യെസ് സാർ. റിലാക്സ്. ഇപ്പം എന്താ മിലിറ്ററി പരേഡ് നടക്കുന്നുണ്ടോ? ബി കാഷ്വൽ, ചിൽ മാൻ. സാർ, ശരീരത്തിന് മാത്രം എക്സസൈസ് ചെയ്താൽ മതിയോ? വായിക്കും എക്സസൈസൊക്കെ ആവശ്യമല്ലേ? ഇങ്ങനെ റോബോ മാതിരി സംസാരിക്കുന്ന നിന്നോട് ഞാൻ എങ്ങനെ സംസാരിക്കും? ലെറ്റ് മീ ഗെറ്റ് ദിസ്. നോ. ഇറ്റ് ഈസ് നോട്ട് യുവർ ജോബ്. നീ കല്യാണം കഴിച്ചതാണോ കതിരവൻ? ഇതുവരെ ആയിട്ടില്ല സാർ. സ്വന്തത്തിലൊരു പെണ്ണിനെ കണ്ടുപിടിക്കാന്നാണ് അമ്മ പറയുന്നത്. ഉടനെ ഒന്നും നടക്കും തോന്നില്ല സാർ. ഓ, അത് ശരി. ഈ ലവ് കിവ് അതുമാതിരി ഒന്നും ഉണ്ടായിരുന്നു സാർ. ആ പേര് കനകവല്ലി. പേര് കൊള്ളാമല്ലോ സാർ. അവളെ കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു. ഒരു തരത്തിൽ കണ്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒരു കരക്ക് എത്തിച്ചതായിരുന്നു സാർ. സൂപ്പർ. പിന്നെ കല്യാണം നടത്താൻ ഇരുന്നപ്പോഴാണ് പാകിസ്ഥാനിലോട്ട് ഇന്റലിജൻസ് ഡ്യൂട്ടിയിലേക്ക് പോകേണ്ടി വന്നത്. 9 മാസം കഴിഞ്ഞ് അവളെ കാണാനായി ചെന്നപ്പോൾ അവള് 6 മാസം പ്രഗ്നന്റ് ആയിരുന്നു സാർ. നില്ല്. നീ 9 മാസം വെളിയിലായിരുന്നു. അപ്പോൾ 6 മാസം പ്രഗ്നന്റ് ആകുന്ന എങ്ങനെ? ഇടയ്ക്ക് നീ വന്നിട്ട് പോയോ? അയ്യോ, അത് ഞാനല്ല സാർ. വേറൊരുത്തിൻ്റെ കൂടെ അവൾ 6 മാസം മുമ്പ് കല്യാണം കഴിച്ചു. ഇറ്റ്സ് ഫണ്ണി. കമ്മ്യൂണിക്കേഷൻ കട്ടായപ്പോൾ ലവും കട്ടായി. ശരി. അങ്ങനെ അല്ല, ഈ വീട്ടിൽ ലേഡീസ് ഇല്ലാതെ എങ്ങനെ കാര്യം നടത്തും? അത് ഞാൻ സ്വന്തമായിട്ട് തന്നെ. സാർ, ഭക്ഷണം ഉണ്ടാക്കുന്നതിനെ കുറിച്ചല്ലേ ചോദിച്ചത്? അതെ. ഗോവിന്ദറാവു, ഈ പാവയ്ക്കാച്ചെടിയിൽ മുഴുവൻ പൂക്കളുണ്ട്, പിന്നെന്തുകൊണ്ടാണ് കായ്ക്കാത്തത്? എല്ലാ ദിവസവും 2 നേരം മരുന്നടിക്കുന്നുണ്ട് സാർ. കീടനാശിനി അടിച്ചാൽ എങ്ങനെ വണ്ടു വരാനാ? പരാഗണം എങ്ങനെ നടക്കും? അതിന് പിന്നെന്ത് ചെയ്യണം? സാർ, ഹാൻഡ് പോളിനേഷൻ ചെയ്യണം. ഇത് ആൺപൂവാണ് സാർ. ഇത് പെൺപൂവും. പെൺപൂവാണ് കായാവുന്നത്. ഈ പൂവെടുത്ത് മേലെ ഇങ്ങനെ ചിക്കിന്ന് ഇങ്ങനെ ചിക്കിന്ന് ചേർത്ത് വെച്ചാൽ പരാഗണം നടക്കും. ഇങ്ങനെ എല്ലാ പൂവിലും ചെയ്യൂ. കുറച്ച് ദിവസത്തിനകം കായ ഉണ്ടായി തുടങ്ങും. കാര്യങ്ങൾ അറിയാവുന്ന ആളാണല്ലോ നീ. വേണേ പൂവിന്റെ പ്രസവം കൂടി നീ നടത്തിക്കുവേ. ഇപ്പഴും കിടന്ന് ഉറങ്ങിയാണോ നീ? എടാ, അച്ഛന്ന് വാക്കിംഗ് കഴിഞ്ഞ് വന്നോണ്ടിരിക്കാണ്. വേഗം എണീക്ക്. അതിങ്ങ് തന്നെ. നൈറ്റ് പാർട്ടിക്ക് പോകരുതെന്ന് പറഞ്ഞ കേൾക്കത്തില്ല. നല്ലോണം വേർക്കട്ടെ. അച്ഛൻ വന്നു. ഓക്കെ, നീ എന്തെങ്കിലും എക്സസൈസ് ചെയ്യുന്നുണ്ടോ? വിയർത്തിരിക്കുന്നു. നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത് ഇവനെ എക്സസൈസ് ചെയ്യിക്കാൻ നിർബന്ധിക്കണോന്ന്? അതാ. വല്ലാതെ വിയർത്തല്ലോ. എത്ര നേരമായി തുടങ്ങിയിട്ട്? 1 hour. ആദ്യം ഒരു 30 മിനിറ്റ്സ്, പിന്നെ ഒരു ബ്രേക്ക്, അത് കഴിഞ്ഞ് വീണ്ടും ഒരു 30 മിനിറ്റ്സ്. അമ്മ രണ്ടും കൂടെ ചേർത്ത് പറഞ്ഞതാ. ഇവൻ നല്ല പയ്യനാ. നീ ഇവനെ വഷളാക്കുന്നത്.